ഹലോ ഗൈസ്, ഇതാണ് നമ്മുടെ ഇടനയില, വഴനയില എന്നൊക്കെ അറിയപ്പെടുന്ന ഇല. ഈ ഇല സാധാരണ നമ്മുടെ പറമ്പിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായി നിൽക്കുന്നത് കാണാം. നമുക്ക് ഈ മരം ഇത് വലിയ മരമായിട്ടും വളരാറുണ്ട്. ഇതിപ്പോൾ നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ ഉണ്ടായതാണ്. ഞാനതിനെ ഇങ്ങനെ കളയാതെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുറ്റത്തുണ്ടായി കിട്ടിയാൽ നമുക്ക് പറിക്കാനൊക്കെ എളുപ്പമുണ്ട്. ഒരുപാട് ഉയരത്തിലേക്ക് പൊങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇല പറിക്കാൻ വിഷമമാണല്ലോ. ഈ ഇലയ്ക്ക് ഒരുപാട് ഔഷധ ഗുണമുണ്ട് കേട്ടോ. ഇത് വെറും പാഴ്ചെടിയാണെന്ന് ഓർക്കല്ലേ, ഇതിന് എത്രയോ ഗുണങ്ങളാണുള്ളതെന്നറിയാമോ? നമ്മൾ ചക്കയൊക്കെ വേവിച്ചിട്ട് അതിൽ ശർക്കരയും തേങ്ങയൊക്കെ ചേർത്ത് അല്പം ഏലക്കാപ്പൊടിയും ഇട്ടിട്ട് നമുക്ക് ആ കൂട്ട് നമുക്ക് ഈ ഇടനയിലയിൽ കോരി ഒഴിച്ച് കുമ്പളപ്പം ഉണ്ടാക്കില്ലേ, അങ്ങനെ കുമ്പളപ്പം ഉണ്ടാക്കി എന്താ ടേസ്റ്റ്, എന്താ ഗുണം. ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകളും വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഇലയാണ് കേട്ടോ ഇത്. ഇതിനകത്ത് പൊട്ടാസ്യം നല്ലതുപോലെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഇല തിളപ്പിച്ച് വെള്ളം ഉണ്ടാക്കി കുടിക്കുകയോ ചായ ഉണ്ടാക്കി കുടിക്കുകയോ ഒക്കെ ചെയ്താൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. പണ്ടുള്ള കാരണവന്മാരൊക്കെ അതുകൊണ്ടാണ് ഈ ഇലയിൽ അപ്പം ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് ചക്ക കിട്ടുന്ന സമയത്ത് ചക്കച്ചുള കുരുവൊക്കെ മാറ്റി ചവണിയൊക്കെ മാറ്റി ചെറുതായിട്ട് അരിഞ്ഞ് അതിനകത്ത് ശർക്കരയും തേങ്ങയും ഒക്കെ ചേർത്ത് നമ്മൾ കുമ്പിളപ്പം ഉണ്ടാക്കണം. എന്ത് ടേസ്റ്റല്ലേ! അതിനൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ടായിരുന്നു. അതൊക്കെയാണ് പണ്ടുള്ളവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അവർക്ക് ഒരുപാട് ആരോഗ്യം ഉണ്ടായിരുന്നു. പണ്ടൊക്കെ 100 വയസ്സ് വരെയൊക്കെ ഒട്ടുമിക്കാൽ ആൾക്കാരും ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇന്ന് 50, 60 ഒക്കെ വയസ്സാവുമ്പോഴത്തേക്കും എല്ലാവരും രോഗികളായി മാറിയല്ലേ. ഇതുപോലെയുള്ള ഇലകൾ, വാഴയില, ഇടനയില, വട്ടയില, ഇതൊക്കെ വളരെ ആരോഗ്യത്തിന് നല്ലതായിരുന്നു. ഇതൊരു കറുകയിലയില്ലേ, കറുകാപ്പട്ടയില്ലേ, കറുകാപ്പട്ടയുടെയൊക്കെ ഒരു കുടുംബത്തിൽ തന്നെ പെട്ടതാണ് ഈ ഇടനയില, വഴനയില എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ചെടിയും. ഇതിൻ്റെ ഇല നന്നായിട്ട് ഉണക്കി പൊടിച്ചാണ് നമ്മൾ ചായ ഉണ്ടാക്കുന്നത്, ഹെർബൽ ചായ ഉണ്ടാക്കുന്നത്. പിന്നെ ഈ ഇലയുണ്ടല്ലോ, നമ്മുടെ തലമുടിക്ക് വളരെ നല്ലതാട്ടോ. ഈ ഇല നല്ലപോലെ നമ്മൾ കഴുകി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇത് നമ്മൾ വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിക്കണം. അതിൻ്റെ കൂടെ ജലദോഷമോ ഒക്കെ ഉണ്ടാവാതിരിക്കാനായിട്ട് നമ്മുടെ പനിക്കൂർക്കയില 3-4 ഇട്ട് ഒരു 1-2 തുളസിയോടെ ഇട്ടിട്ടുണ്ടല്ലോ, നമ്മൾ നല്ലപോലെ വെള്ളം തിളപ്പിക്കണം. വെള്ളം തിളപ്പിച്ച് ആ വെള്ളവും കുറച്ച് നമുക്ക് ഇഞ്ചി മേടിക്കാൻ കിട്ടും ചന്തയിൽ നിന്നൊക്കെ. ആ ഇഞ്ചിയും ഈ വെള്ളത്തോടെ കൂട്ടിയുണ്ടല്ലോ, ഈ വെള്ളം വാങ്ങി വെച്ച് തണുക്കണം. തണുത്ത് കഴിയുമ്പോൾ ഇഞ്ചിയോടെ ഇട്ട് അതൊക്കെ ഇഞ്ചി ചതച്ചിട്ടിട്ട് ഈ വെള്ളം ഉണ്ടല്ലോ നമ്മുടെ തലയിൽ തേച്ചാൽ, അരിച്ചുപയോഗിക്കുക നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലയൊക്കെ നമ്മുടെ മുടിയിൽ തടഞ്ഞാലോ എന്നോർത്ത്. എന്നിട്ട് ഈ വെള്ളം നമ്മൾ ഷാമ്പു പോലെ ഉപയോഗിച്ചാലുണ്ടല്ലോ അതിൻ്റെ ഫലം നമുക്ക് കണ്ട് തന്നെ അറിയാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുടി കൊഴിച്ചിൽ, താരന്, പേന് ഇതെല്ലാം മാറി നമ്മുടെ മുടിക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഇടനയില എവിടെയെങ്കിലും കാണുവാണെങ്കിൽ അത് കളയരുത്. അത് ഒരുപാട് കിട്ടുന്ന സമയത്തൊക്കെ നമ്മളിത് പറിച്ചു കൊണ്ടുവന്ന് വെയിലത്ത് നമ്മൾ ഉണക്കിയെടുത്താൽ, ഇപ്പോഴൊക്കെ വെയിലുള്ള സമയമല്ലേ, വെയിലത്ത് ഉണക്കി സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചായ ഉണ്ടാക്കുന്നതിനൊക്കെ വളരെ നല്ല ഒരു വിറ്റാമിൻസും ഒക്കെയുള്ള ഔഷധങ്ങളുള്ള ഒരു സംഭവമാണ് കേട്ടോ. അതുകൊണ്ട് ഈ ഇടനയില കണ്ടു കഴിഞ്ഞാൽ വിട്ട് കളയരുതേ. അപ്പോൾ മുടിയുടെ വളർച്ചയ്ക്കും തലയിലെ പേൻ പോകുന്നതിനും താരം പോകുന്നതിനും ഒക്കെ ഇത് നല്ലതാണ്. അതുപോലെ തന്നെ ഈ ഇലയിൽ കുമ്പിളപ്പമൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് നമുക്ക് വളരെ ആരോഗ്യത്തിന് നല്ലതാണ്. ഇപ്പം നമുക്ക് ചക്ക കിട്ടാത്ത കാലത്താണെങ്കിലുണ്ടല്ലോ, ഈ ചക്കയുടെ സ്ഥാനത്ത് നമ്മൾ അരിപ്പൊടിയൊക്കെ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ, അപ്പോൾ ഈ ചക്ക വേവിച്ചിട്ട് ചക്കയപ്പം ഉണ്ടാക്കില്ലേ, അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ അരിപ്പൊടിയൊക്കെ ചേർത്ത് ഉണ്ടാക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ എല്ലാ കാലത്തും ചക്ക കിട്ടൂലല്ലോ. അപ്പോൾ നമ്മൾ ഈ ചക്ക കിട്ടുന്ന സമയത്ത് അത് കുറേശ്ശെ അതിൻ്റെ ചുള കുരുവൊക്കെ കളഞ്ഞെടുത്ത് അരിഞ്ഞ് കുറച്ച് ശർക്കരയും കൂട്ടി വേവിച്ച് അതിൽ ജലാംശമൊക്കെ വറ്റിച്ച് നമ്മൾ ചൂടാറുമ്പോൾ ഒരു ഗ്ലാസ് ഭരണിയിൽ ഇട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് 1 വർഷം വരെ കേടുകൂടാതെ ഇത് സൂക്ഷിക്കാം. അങ്ങനെ കിട്ടുന്നതായ അത് നമ്മൾ ഒരു പാത്രത്തിലിട്ട് നമ്മൾ ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ കുറേ കൂടെ കേടാവാതിരിക്കാൻ നല്ലതാട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ ഇടനയില എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉണ്ടാകുന്നതാണ്. ഇന്ന കാലാവസ്ഥ അങ്ങനെയൊന്നുമില്ല. ഏത് കാലാവസ്ഥയിലും ഇത് നമ്മുടെ പറമ്പിലും പരിസരത്തും ഒക്കെ വളർന്ന് നിൽക്കുന്നത് കാണാം. അപ്പോൾ അത് കിട്ടുന്ന സമയത്ത് നമ്മൾ
ഇത് പതുക്കെ ഉണക്കി സൂക്ഷിക്കുകയാണെങ്കിൽ എന്നാൽ പോലും അതിൻ്റെ ആ മണവും ടേസ്റ്റും മാറത്തില്ല. കാരണം പച്ച ഇലയ്ക്കുള്ള ടേസ്റ്റ് കിട്ടത്തില്ല. എന്നാലും പതുക്കെ ഉണക്കി സൂക്ഷിച്ച് നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കുറേ കാലം ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എവിടെ കണ്ടാലും ഈ വഴനയില സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കണം. നല്ല വെയിലുള്ള സമയത്ത് ഇത് ഉണക്കി പൊടിച്ച് കുപ്പിയിലാക്കി വെക്കുക. നമ്മൾ ചായ കുടിക്കുമ്പോൾ നമ്മൾ ചായപ്പൊടിയൊക്കെ മേടിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ചായപ്പൊടിയിൽ ഒരുപാട് മായം ഒക്കെ അടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതാണെങ്കിലോ നാച്ചുറലായിട്ടുള്ള ചായ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇത് ഉണക്കി പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ പൊടിയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ നമുക്ക് ചായ കുടിക്കുന്നതിൻ്റെ ഒരു ഗുണം കിട്ടുന്നല്ല, ചായ കുടിക്കുന്നതിൻ്റെ ഗുണത്തേക്കാളേറെ ഗുണം കിട്ടുകയും ചെയ്യും. ചായ കുടിക്കുന്നതിൻ്റെ ഒരു അനുഭൂതി നമുക്ക് ഇതിട്ട് വെള്ളം കുടിച്ചാൽ, ഈ എണ്ണയില ഇട്ട് വെള്ളം കുടിച്ചാൽ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഇടനയില സൂക്ഷിച്ച് വെച്ച് അത് വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ച് സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കുക കേട്ടോ. ഒരു കാരണവശാലും ഇത് കളയരുത്. അത്രയും നല്ല ഒരു ഔഷധ ഗുണമുള്ള സസ്യമാണിത്. നമ്മുടെ പ്രകൃതിയിൽ കാണുന്ന ഒരുപാട് സസ്യങ്ങൾ നമുക്ക് ഒരുപാട് ഉപകാരങ്ങളുള്ളവയാണ്. പക്ഷെ നമ്മളതിനെ തിരിച്ചറിയുന്നില്ലെന്നുള്ളതാണ്. ശതാവരിയുടെ കിഴങ്ങ് വളരെ ഉപകാരപ്രദമല്ലേ? അത് കാണാൻ നല്ല ഭംഗിയല്ലേ? എവർഗ്രീൻ എന്ന് പറയുന്ന ചെടി പോലെയാണ് ശതാവരിയുടെ ഇലയിരിക്കുന്നത്. അത് നമുക്ക് നട്ടു വളർത്തുകയാണെങ്കിൽ അലങ്കാരത്തിന് ഉപയോഗിക്കാം. അതിൻ്റെ കിഴങ്ങിന് ഒരുപാട് ഔഷധ ഗുണമുണ്ട്. അതുപോലെ തുളസി എന്ന് പറഞ്ഞാൽ നമുക്ക് ജലദോഷത്തിനും പനിക്കും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ പനിക്കൂർക്കയിലയാണെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ജലദോഷം വരുമ്പോൾ അവർക്ക് അത് വെള്ളം തിളപ്പിച്ച് കൊടുക്കാം. അത് പതുക്കെ തീയിൽ വെച്ച് വാട്ടി പിഴിഞ്ഞ് കുട്ടികളുടെ നെറുകയിൽ വെച്ച് കഴിഞ്ഞാൽ ജലദോഷം മാറും. അതൊരു ഔഷധ ഗുണങ്ങളാണ്. അതുപോലെ കൊടവൻ നമുക്ക് ഒത്തിരി ഗുണങ്ങളുള്ളതാണ്. അത് തിളപ്പിച്ച് വെള്ളമൊക്കെ കുടിച്ചാൽ ബുദ്ധിക്കും ഓർമ്മയ്ക്കും വളരെ അനുയോജ്യമായ ഒരു സംഭവമാണ്. അങ്ങനെ ഒരുപാട് ഔഷധ ഗുണമുള്ള സസ്യങ്ങൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. അവയൊക്കെ നമ്മൾ അറിയാതെ കാണാതെ മറന്നു പോവുകയാണ്. അതുപോലെ ഈ വിശിഷ്യമായിട്ടുള്ള ഈ ചെടിയും നിങ്ങൾ അറിയുക, ഇതിനെ വേണ്ട രീതിയിൽ ഉപയോഗിക്കുക. നിവൃത്തിയുണ്ടെങ്കിൽ വീട്ടിൽ നട്ട് വളർത്തുക കേട്ടോ.